ബോധപൂർവം ചതിക്കാനാണെന്ന് വെച്ചുകൊണ്ട് നമ്മളൊരാളുമായിട്ടും അടുക്കാൻ വേണ്ടി പോകാതിരിക്കുക. അതിപ്പോൾ സ്ത്രീ ശപിച്ചാലും പുരുഷ ശപിച്ചാലും ശാപം ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ പോകാതിരിക്കുക. വിവാഹിതയായ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ഇരയല്ലേ? ഒരാളെ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കണമെന്ന്, ഒരാളെ മനസ്സിലാക്കിയിട്ട് പ്രണയിക്കാൻ പറ്റുമെങ്കിൽ പ്രണയിക്കണം. ഒരു പെണ്ണും ആണും ഒരേപോലെ കുറ്റക്കാരാണെങ്കിൽ അതിനകത്ത് ഈ ആണിനെ മാത്രം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കപ്പെടുമ്പോൾ അതും ഒരു ശരിയുള്ള കാര്യമല്ല. ഈ പ്രണയിക്കുമ്പോൾ നമ്മൾ ഇയാളുടെ പോസിറ്റീവിനെ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. ഇപ്പുറത്തെ നെഗറ്റീവ് പറയുന്നത് കേൾക്കാനേ നിൽക്കില്ല. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രായപൂർത്തിയായവർ ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം. പക്ഷെ അതിനൊരു ഓഫർ വെക്കുന്നത് എന്തിനാണ്? ചേട്ടാ, ഈ സ്ത്രീ ശാപത്തെ പറ്റി പുരാണം കഥകൾ മുതൽക്കേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ ശാപങ്ങൾ എന്ന് പറയുന്നത് ഫലിക്കുകയാണെങ്കിൽ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ട്രെൻഡിങ് ആയതുകൊണ്ട് മാത്രം പറയാണ്, ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഇത്ര അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കരിയർ തകർന്നു പോകാൻ ഈ അലിഗേഷൻസിന്റെ അപ്പുറത്തേക്കും സ്ത്രീ ശാപങ്ങൾ കൂടെ ഒരു കാരണമാകും എന്നും ചില വാദങ്ങളുണ്ട്. ശരിക്കും അങ്ങനെ സംഭവിക്കൂ? സ്ത്രീ ശാപങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ഉണ്ടോ? സ്ത്രീ എന്നല്ല, പുരുഷ ശാപമാണെങ്കിലും ശപിക്കുന്ന എന്തിനാണ്? നമ്മളെ ഒരാൾ അത്രയേറെ വേദനിപ്പിക്കുമ്പോഴാണ് ശപിക്കുന്നത്. എന്തിനാണ് ഒരാളെ വല്ലാണ്ട് വേദനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പം ബോധപൂർവം ചതിക്കാനാണെന്ന് വെച്ചുകൊണ്ട് നമ്മളൊരാളുമായിട്ടും അടുക്കാൻ വേണ്ടി പോകാതിരിക്കുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റൊരു കാര്യമാണെങ്കിലും നമ്മൾ ഏത് വെർഷനിൽ നോക്കിയാലും നമ്മൾക്കൊരു പങ്കാളി ഉണ്ട്, നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പങ്കാളിയെ ആ ജീവിതത്തിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ. അതർവൈസ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്. ഒരു പെൺകുട്ടിയോടാണെങ്കിലും ഒരു പയ്യനോടാണെങ്കിലും നിന്റെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരോട് നമുക്ക് വേണേൽ ഫിസിക്കൽ റിലേഷൻഷിപ്പോ എന്തും എടുക്കാം. രണ്ട് അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ വെറുതെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആണുങ്ങളുടെ അടുത്താണെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്താണെങ്കിലും ഒരാൾ ശപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയേറെ ആ ആളെ വേദനിപ്പിച്ചിട്ടായിരിക്കും. എന്തിനാണ് അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? നീ അതിപ്പോൾ സ്ത്രീ ശപിച്ചാലും പുരുഷ ശപിച്ചാലും ശാപം ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ പോകാതിരിക്കുക. പിന്നെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ ആരൊക്കെ എവിടെയൊക്കെ ശപിക്കുന്നുണ്ടാവാം. ഞാൻ നോക്കിയിട്ട് ഇവിടെ കുഴപ്പം കാണിക്കുന്നവന്മാരും ഇവിടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കും. ശപിക്കുന്നവരെന്നും ഈ ശപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമെന്നല്ലാതെ നമ്മുടെ അനുഭവങ്ങളിലൊന്നും പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ഈ കുഴപ്പം കാണിക്കുന്നവരൊക്കെ അവനൊക്കെ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ചിലരുടെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി. ഇപ്പോൾ ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ അവരുടെ അനുഭവിച്ച വേദനകളൊക്കെ ചിലരൊന്ന് പറയും. അതിനുശേഷം ഇവർക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം, പണ്ട് ഇവന്റെ ആദ്യ ഭാര്യ വന്നിരുന്ന അവൻ എന്തൊക്കെ ഉപദ്രവിച്ചെന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ ശാപം അല്ലെങ്കിൽ ആ ഒരു ശാപം കൊണ്ട് തന്നെയാണ് പിന്നീടുള്ള ഒരു ബന്ധങ്ങൾ നിലനിൽക്കാതെ പോയത്. ശരിക്കും അപ്പൊ ആ ഒരു കർമ്മയുടെ എഫക്റ്റ് അല്ലേ ഇതിൽ വരാ? അവൻ ആദ്യ ഭാര്യ ഉപദ്രവിച്ചു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവരൊന്ന് അന്വേഷിക്കണ്ടേ? കർമ്മത്തിന്റെ ഫലമല്ലല്ലോ ഈ കർമ്മം എന്ന് വെച്ചാൽ. അവൻ ആദ്യ ഭാര്യയെ മൃഗീയമായി ഉപദ്രവിക്കുകയും ആദ്യ ഭാര്യയെ അത്രയും വിഷമിപ്പിക്കുകയും ചെയ്ത ഒരുത്തന് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതല്ലേ അതിന്റെ ഒരു അർത്ഥം. അപ്പൊ നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് ഇവൻ നമ്മളെ കെട്ടിയ? അതാണ് ഈ പ്രണയത്തിന്റെ ഒരു കാര്യം. ഈ പ്രണയിക്കുമ്പോൾ നമ്മൾ ഇയാളുടെ പോസിറ്റീവിനെ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. ഇപ്പുറത്തെ നെഗറ്റീവ് പറയുന്നത് കേൾക്കാനേ നിൽക്കില്ല. അവന്റെ ക്യാരക്ടറിൽ ഇത് പാകമാണെങ്കിൽ ഒരാളെ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കണമെന്ന്, ഒരാളെ മനസ്സിലാക്കിയിട്ട് പ്രണയിക്കാൻ പറ്റുമെങ്കിൽ പ്രണയിക്കണം. ഒരാളെ മനസ്സിലാക്കിയിട്ടേ മറ്റ് റിലേഷൻഷിപ്പിലേക്കൊക്കെ നമ്മൾ പോകാവൂ. അല്ല ചിലപ്പോൾ ഞാൻ പറയില്ലേ കർമ്മ ഫലം ചെയ്യും എന്നൊക്കെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഈ കുഴപ്പം കാണിക്കുന്നവന്മാർ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന്. അപ്പൊ അവർക്ക് ഈ കർമ്മ ബാധകല്ലേ? ചിലപ്പോൾ മേ ബി അവരുടെ ഉള്ളിൽ അവർക്ക് വേദന ഉണ്ടാവുമായിരിക്കാം. വർഷങ്ങളോളം കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കഴിവതും ഒരാളെ വേദനിപ്പിക്കാതെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ പോകുന്നുണ്ട്. എങ്കിലും നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വരുന്നത്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും എന്തിനാണ് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ലാതിരുന്നെങ്കിൽ നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ സാമ്പത്തികമായി നമുക്ക് എത്ര ഉന്നമനം ഉണ്ടാവും. അത് ശരി. നമ്മൾ ഒരാളെ വേദനിപ്പിച്ചില്ലെങ്കിൽ, ഇപ്പൊ ചേട്ടൻ നന്നായിട്ട് എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്. ചേട്ടൻ ഒരു സഹായം വരുന്ന സമയത്ത് ചേട്ടൻ ഈ പറഞ്ഞ ചേട്ടൻ്റെ ലൈഫിൽ ഈ കർമ്മ വിശ്വസിക്കുന്നതിനാണെങ്കിൽ എൻ്റെ കർമ്മ അനുസരിച്ചാണെങ്കിൽ ഞാൻ സഹായിക്കുന്ന ആളാവുമ്പോൾ എനിക്കൊരു ആവശ്യം വരുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ ആ സഹായങ്ങൾ കിട്ടും. പക്ഷെ എനിക്ക് സഹായങ്ങൾ കിട്ടുന്നില്ല, ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചിന്ത വരില്ലേ, അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്നൊരു കാര്യം എവിടെ ഉള്ളത്? എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, ഞാൻ നല്ല സഹായിയാണ്, പക്ഷെ എനിക്കൊട്ട് അങ്ങനെ കിട്ടുന്നത്. ഈ കർമ്മ എന്ന് പറയുന്നതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഈ കർമ്മ.
അല്ലാതെ നമ്മൾ ഇതിനകത്തൊരു വേറൊരു അദൃശ്യ ശക്തി വന്ന് ചെയ്യുന്നു എന്നൊന്നും ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചാൽ, അടിച്ചാൽ, ഒരാളെ കൊന്നാൽ നമുക്ക് നാളെ ശിക്ഷ എന്തായാലും കിട്ടും. ഇപ്പം ഈ പലരും ഈ പീഡന കേസുകൾ പലതും വരുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇവന് ജയിലിൽ പോയി കിടക്കുന്നില്ലയോ എന്നുള്ളതല്ല, അവനെ നമ്മുടെ സമൂഹം വലിച്ചു കയറുന്ന ഒരു രീതിയുണ്ട്. ഈ മാധ്യമങ്ങളടക്കം അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്, ചെയ്ത കർമ്മത്തിന്റെ ഫലം. പക്ഷെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുമുണ്ട്, ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഏത് നമ്മൾ വിഷയം എടുത്താലും ഇതിൽ ഒരു പെണ്ണും ആണും ഒരേപോലെ കുറ്റക്കാരാണെങ്കിൽ അതിനകത്ത് ഈ ആണിനെ മാത്രം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കപ്പെടുമ്പോൾ അതൊരു ശരിയുള്ള കാര്യമല്ല. കാരണം നീയും ഒരു തെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ വിവാഹിതയായ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ഇരയല്ലേ? തീർച്ചയായിട്ടും അയാളൊരു അതിജീവനോ അങ്ങനത്തെ ഒരാളല്ലേ അയാൾ? ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അത് കേൾക്കണ്ടേ? അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. കല്യാണം കഴിച്ച ഒരാൾ, വേറെ എന്ത് നിങ്ങൾ പറ, ഞാൻ വിവാഹിതയാണെന്ന് എനിക്കറിയാലോ, ഞാൻ വിവാഹിതയാണെന്ന് ആ പെൺകുട്ടിക്ക്, ഏത് പെൺകുട്ടി ആയിക്കോട്ടെ, ഞാൻ വിവാഹിതയാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്നെ വേറൊരാൾ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ ഞാൻ പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ചെയ്ത ഒരു തെറ്റില്ലേ? ഞാൻ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് താലി കെട്ടി ഡിവോഴ്സ് ചെയ്തിട്ടാണേ ഓക്കെ, ആ മനുഷ്യനല്ലേ ശരിക്കും പറഞ്ഞ ഒരു ഇര? അങ്ങനെ ഒരു കാര്യമില്ലേ? അപ്പം ഇത് എന്ത് കേട്ടാലും ഉടനെ സമൂഹ മധ്യത്തിലേക്ക് എടുത്തിട്ടിട്ട് അടയ്ക്കൊരു സംഭവമാണ്. എൻ്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 20 വർഷമോ 22 വർഷമോ മുമ്പ് ഒരു പ്രണയം, അത് കഴിഞ്ഞു, അത് ബ്രേക്കപ്പ് ആയി പോയി. പിന്നീട് അവൻ്റെ ജീവിതം നോക്കി, അവൻ കല്യാണം കഴിച്ചു, അവൻ ജീവിതം തുടങ്ങി. ഈ പെൺകുട്ടിയും വേറെ കല്യാണം കഴിച്ചു, അത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അവസാനം അതിൻ്റെ ജീവിതം പിന്നെ കുറേ കുഴപ്പങ്ങളായി മാറി. 20 വർഷത്തിനിപ്പുറം ഇവൻ മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ അന്നത്തെ കാര്യം പറഞ്ഞിട്ട് ഇവന്റെ പേരൂടെ ചേർത്ത് വെച്ച് പറയാൻ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെന്ത് മറുപടി കൊടുക്കും? ഇവൻ എങ്ങനെ ഇത് ആളുകളെ കൺവിൻസ് ചെയ്യും? നീയും പ്രണയം ഉണ്ടായിരുന്നു, നീയും അവളുടെ കാമുകനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് 20 വർഷം മുമ്പാണെന്ന് ഇവൻ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അവൻ സമൂഹത്തിൽ പോയി. അപ്പൊ ഇത് സമൂഹം ഒന്ന് തിരിച്ചറിയണ്ടേ? ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ സമൂഹം തിരിച്ചറിയണ്ടേ? പിന്നെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നെങ്കിൽ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രായപൂർത്തിയായവർ ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം. പക്ഷെ അതിനൊരു ഓഫർ വെക്കുന്നത് എന്തിനാണ്? അതൊരു എനിക്ക് തോന്നുന്നു കൺവിൻസ് ചെയ്യുന്നതിന്റെ മറ്റൊരു മെത്തേഡ് ആയിരിക്കും ആ ഒരു ഓഫർ എന്ന് പറയുന്നത്. അതിൽ വീഴാനും പാടില്ല. നിങ്ങൾ സെക്യൂർ ആണ്, ഇത് ശരി, മേ ബി അങ്ങനെയാവാം. ആ പിള്ളേർ വിചാരിക്കും ഞങ്ങൾ സെക്യൂർ ആണല്ലോ ഇനിയിപ്പോൾ ജീവിതത്തിൽ. അപ്പം ഇതിലൊരു ഇരു കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനെ ഒരു സ്ഥിരമായി ഒരു ആയുധമാക്കി എടുക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞാണ്, ഒരു പെൺകുട്ടി ഒരു ആള് ഞാനത് അവരെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാനാണ് പറയുന്നത്, വളരെ ശ്രദ്ധിച്ച്, അയാളുടെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ പൈസ ചോദിച്ചു, എന്തോ ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്തു, ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പരാതി കൊടുക്കുന്നു, പിന്നീട് രണ്ടാമത് കൊടുക്കുന്ന പരാതി ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് കേസ് കൊടുത്തു. അത് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ അറിഞ്ഞു, പ്രശ്നമായി. അപ്പോൾ ഇയാളുടെ ഒരു ബന്ധു, അടുത്ത ബന്ധു, അതാ ഈ ആരാണോ ഈ ചെയ്ത ആൾ എന്ന് പറഞ്ഞ ആരോപണ വിധേയന്റെ ബന്ധു മരിച്ചു എന്ന് വെച്ചാൽ ഈ ടെൻഷൻ കയറിയിട്ട് അറ്റാക്ക് പോലും വന്ന് മരിച്ചായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ അവർ ആ പരാതി പിൻവലിച്ചു. കാരണം അവർക്കത് തെറ്റായ ഒരു പരാതിയാണെന്ന്. ഒന്നാലോചിച്ച് ഈ മനുഷ്യനുണ്ടായ ഒരു നഷ്ടം എന്താണ്? ഭയങ്കര നഷ്ടമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കേൾക്കുന്ന ഉടനെ ഇവിടുത്തെ സമൂഹം, മാധ്യമങ്ങൾ അതുടനെ എടുത്തു വെച്ചിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് വാർത്ത ചെയ്യാനും പാടില്ല. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇത്തരം അലിഗേഷൻസ് വരുമ്പോൾ ചേട്ടൻ ഈ പറയുന്നത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഇവിടെ ആർക്കും സമയമില്ല. ഇവിടെ റേറ്റിംഗ് ആണ് പ്രശ്നം, റീച്ച് ആണ് പ്രശ്നം. ഏറ്റവും പെട്ടെന്ന് ഈ ഒരു കാര്യം എവിടേക്ക് എത്തിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ ഞാൻ ആ സാധനം പഠിച്ച് 2 ദിവസം കഴിഞ്ഞിടുന്നതിനെക്കാട്ടിലും അത് കാണാൻ 10 പേര് ഉണ്ടാവില്ല. അതിന്റെ അപ്പുറത്തേക്കും ആദ്യം ആരിടുന്നു എന്നതിന്റെ അപ്പുറത്തേക്കും അതൊരു മോശം സംസ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം ഇടുമ്പോഴേ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അയാളുടെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു അലിഗേഷൻ വന്നാൽ പിന്നെ അയാൾ നിരപരാധിയാണെന്നറിഞ്ഞാലും ഒരിക്കലും ഇവർ തിരിച്ചിത് ചെയ്യത്തുമില്ല, തിരിച്ച് ചെയ്യുന്നത് ആളുകളിലേക്ക് എത്തത്തുമില്ല. അല്ല, നിരപരാധിയാണെന്ന് അറിഞ്ഞാലും നമ്മളപ്പോ ചിന്തിക്കും പൈസ കൊടുത്ത് ചില ഈ 2 കൈ കൊട്ടാതെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. നിരപരാധിയാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഭാഗത്ത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കുറച്ചൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാളെ നമ്മളങ്ങ് പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ന്യായീകരിക്കത്തക്ക സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിലും ഉണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലത്. ഇപ്പൊ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. അതില്
നമുക്ക് ആർക്കും ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ?